ഹായ് ഗെയ്സ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ്. പുള്ളിക്കാരന് എല്ലാ സപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞു. അതായത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തു, ഇപ്പോൾ CPM, CPI അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും പുള്ളിക്കാരന് കിട്ടി. പുള്ളിക്കാരൻ ഉടനെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ആവുന്നതായിരിക്കും. ഞാൻ ആലോചിക്കുന്നത് ഈ പുള്ളിക്കാരൻ ഇലക്ഷൻ സമയത്ത് പുള്ളിക്കാരനെ കളിയാക്കിയ ആൾക്കാരാണ്. അതായത് വെറുതെയാണ് ഇലക്ഷൻ നിൽക്കുന്നത്, ജയിക്കൂല, ജസ്റ്റ് പുള്ളിക്കാരൻ നിൽക്കുന്ന സ്ഥലത്ത് MLA ആയിട്ട് മാറും, അല്ലാതെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും എടുത്തു പറയുന്നത് അവിടുത്തെ വലിയ വലിയ ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് രാജ്, അതുപോലെ സത്യരാജ്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ വിജയെ കളിയാക്കിക്കൊണ്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കംപ്ലീറ്റ് മാറ്റുന്നു. കുറേ പേര് എക്സിലൊക്കെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന് സപ്പോർട്ട് കൊടുക്കണം. പുള്ളിക്കാരൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചില്ല. ഈവൻ കമലഹാസൻ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം കമലഹാസൻ ഒരു പാർട്ടിയായി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നല്ല തെറ്റി പോയതാണ്. പക്ഷേ ഇത് അവരാരും പ്രതീക്ഷിക്കാത്ത, ഈവൻ ഒരു ഫാനായി എനിക്ക് പോലും ഇതൊരു അത്ഭുതമായിരുന്നു. കാരണം പുള്ളിക്കാരൻ അവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു പാർട്ടി തുടങ്ങി അവിടുത്തെ മുഖ്യമന്ത്രിയായി. അത് ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വിജയ് എന്ന് പറയുന്ന ഒരു ആളെ സിനിമ തുടക്ക സമയത്ത് കാണുമ്പോഴത്തേക്കുള്ള ഒരു എല്ലാവരും കളിയാക്കുന്ന ഒരു രക്ഷകൻ സെയിം പാറ്റേണെന്നാണ്. പക്ഷെ പുള്ളിക്കാരൻ അന്ന് തൊട്ട് ബിൽഡ് ചെയ്തെടുത്തോണ്ട് വന്നത് ഒരേ ടൈപ്പ് സിനിമയാണെങ്കിൽ തന്നെ അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കാരണം ഈ പുള്ളിക്കാരൻ എല്ലാ സിനിമ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, എന്തെങ്കിലും ഒരു മെസ്സേജ് കാണും പുള്ളിക്കാരൻ പറയുന്ന ആ ഒരു സിനിമയിൽ. ഇപ്പം മെർസൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സർക്കാർ എടുത്തു കഴിഞ്ഞാൽ തന്നെ പാർട്ടിപരമായിട്ടും ആ പാർട്ടിക്കാർ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തലൈവ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഒരു ടൈം എത്തിയ പിന്നെ ഫുൾ ഒരു സോഷ്യൽ മെസ്സേജ് പോലത്തെ പടങ്ങളാണ് പുള്ളിക്കാരൻ പിന്നെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ പോക്കിരി പോലത്തെ സിനിമകളും ഗില്ലി പോലത്തെ സിനിമകളൊക്കെ കുറച്ച് അങ്ങനെ ഒന്ന് ചവിട്ടി, എനിക്ക് തോന്നുന്നു ലിയോ ആണെന്ന് തോന്നുന്നു അതിലൊരു മാറ്റം കൊണ്ടുവന്നത്. അതുവരെ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു മെസ്സേജ് കൊടുക്കുന്ന ആ തരത്തിലുള്ള സിനിമയാണ് പുള്ളിക്കാരൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ സിനിമയ്ക്ക് അവിടെ വിലക്കുണ്ടായിരുന്നു, അവിടെ പറ്റിയില്ല. പക്ഷേ ഇനി തൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ തനിക്ക് എന്താണ് പ്രശ്നം? താൻ തന്നെ അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കി, ഇനി തനിക്ക് തന്നെ അവിടെ തൻ്റെ ഒരു സിനിമ അവിടെ റിലീസ് ചെയ്യാൻ ആരും തടയില്ല എന്നുള്ളൊരു ലെവലിലേക്ക് പുള്ളിക്കാരൻ എത്തിപ്പെട്ടെന്ന് പറയുന്നത് ഇത് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വിജയ്ക്ക് ഞാൻ വിചാരിച്ചിരുന്നു ഒരു 5-6 സീറ്റ് പിടിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ 107 മുകളിൽ സീറ്റും പോവും, അവിടുത്തെ മന്ത്രിയാവാമെന്നുള്ള ഒരു ഇത്രയ്ക്ക് എത്തിപ്പെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഒരു വിജയ് ഫാൻ എന്ന നിലയിൽ എനിക്കത് ഒരു എനിക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരൻ എങ്ങനെ അത് അച്ചീവ് ചെയ്ത് എടുത്തെന്ന് ആലോചിക്കുമ്പോഴാണ്. കാരണം ഇവൻ ഞാൻ തന്നെ ഒരു സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും വലിയൊരു, അതായത് പുള്ളിക്കാരൻ്റെ കരിയറിൽ ഏറ്റവും പീക്ക് സമയത്ത് നിൽക്കുകയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഫലമാക്കിയ നടന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അതൊക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ എന്തായാലും പുള്ളിക്കാരൻ പോയി കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ഇതൊന്നും പുള്ളിക്കാരൻ കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പുള്ളിക്കാരൻ കംപ്ലീറ്റ് മാറി ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി. എന്തായാലും പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പൈസയ്ക്ക് വേണ്ടി ഒന്നിനുമല്ല. എങ്കിൽ പിന്നെ പുള്ളിക്കാരൻ സിനിമയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. കാരണം ഒരു സിനിമയ്ക്ക് 200 കോടിയാണ് പുള്ളിക്കാരൻ ഡിമാൻഡ് ചെയ്ത് 500 കോടി എടുക്കാൻ വരെ പ്രൊഡ്യൂസർ തയ്യാറാണ്. കാരണം അത്രയ്ക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സ്റ്റാറാണ് ജോസഫ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ അവിടുത്തെ മുഖ്യമന്ത്രിയാവും. അപ്പോൾ എന്തായാലും അവിടുത്തെ ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും 100% ഷുവറായ കാര്യമാണ്, അത് നടക്കും. കാരണം വിജയുടെ പ്രസംഗം കേട്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരൻ ഒരു വ്യക്തമായ ഒരു പ്ലാനുണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ DMK ഒരു അഴിമതിയൊന്നും കാണുന്നില്ല. കാരണം ഇവിടെ നമ്മൾ കേരളം വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ജീവിത ചെലവ് വളരെ കമ്മിയാണ്. അവിടെ ജീവിക്കാൻ വളരെ സുഖവും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവിടുത്തെ ഒരു ബസ്സിൻ്റെ സ്ത്രീകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. എന്നാലും പുള്ളിയുടെ രാഷ്ട്രീയം പറയുന്നത് പുള്ളിക്ക് എന്തെങ്കിലും ഐഡിയ അതിനെക്കുറിച്ച് കാണുമായിരിക്കും. ചിലപ്പം DMK കൊണ്ട് പറ്റാത്തത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പുള്ളിയെ TVK കൊണ്ട് സാധിക്കാൻ കഴിയുമായിരിക്കും. ഗൈസ്, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. കാരണം എൻ്റെ അത് പുതിയ ചാനലാണ്. എനിക്കൊരു പഴയ ചാനലുണ്ടായിരുന്നു, അത് കുറച്ച് പ്രശ്നങ്ങളും കാരണം എൻ്റെ ആ ചാനൽ പോയി. അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.